അഴിമതി നടത്താനൊന്നും എന്നെ കിട്ടില്ല. എന്നെ അതിനാരും പ്രതീക്ഷിക്കാൻ വേണ്ട. EMI അടയ്ക്കാൻ പോലും കാശില്ല. ലോണ് തന്നവര് വന്ന് എന്റെ കഴുത്തിന് പിടിച്ചപ്പോ രക്ഷിക്കാൻ ആ രമ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രമ്യോ? അതെ, EMI അടച്ചത് രമ്യയാ. എന്തിനാ അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ പോയത്? ഞങ്ങൾ ആരും നിർബന്ധിച്ചതല്ല മോനെ, അവൾ സ്വയം ചെയ്തതാ. എന്നാലും സമ്മതിക്കരുതായിരുന്നു. രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ? അതെന്താ ഇഷ്ടമല്ലാത്ത? എടി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇവിടെ നിന്ന് വലിയ വയൽ വർത്താനം പറയാതെ ചെന്ന് പഠിക്കാൻ നോക്ക്. വന്നിരിക്കുന്നു മോനെ, അവൾക്ക് നിന്നെ വലിയ ഇഷ്ടാടാ. നീ ഒന്ന് സമ്മതം മൂളിയാ അതങ്ങ് നടക്കും. രമ്യയെ കല്യാണം കഴിച്ച കാശിന് വേണ്ടി പിന്നെ ആരുടെ മുൻപിലും തെണ്ടേണ്ടി വരില്ല. പൂത്ത കാശും കൊണ്ടാ അവള് വരാൻ പോകുന്നെ. അവളുടെ സ്വഭാവം നല്ലതാ മോനെ, എന്തുകൊണ്ടും നമുക്ക് ചേർന്ന ബന്ധാ. അമ്മേ, തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഈ കല്യാണം എന്ന് പറയുന്നതേ അങ്ങനെ എടുപിടിന്ന് നടത്തേണ്ട ഒന്നല്ല. അതിന് ഒരുപാട് ആലോചിക്കണം. അല്ല, രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാം. ഇതിൽ കൂടുതൽ എന്താ മോനെ ആലോചിക്കാനുള്ളത്? കല്യാണമല്ലേ അമ്മേ, ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ബന്ധമല്ലേത്. അമ്മ വിഷമിക്കണ്ട. എന്റെ കല്യാണം നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കും. ഞാൻ ഇറങ്ങാം. ഇങ്ങനൊരു മണ്ടൻ, ഇത്രയും വലിയ ഭാഗ്യം കൈ വന്നിട്ട് വേണ്ടാന്ന് പറയുന്ന ഇവനെയൊക്കെ എന്തിനു കൊള്ളാം? അവന് ഇതിനേക്കാൾ നല്ല ബന്ധം വരൂടി. അച്ഛൻ ഒറ്റ ഒരുത്തനെ അവനെ വഷളാക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. എവിടുന്ന് വരാനാ ബന്ധം? അതൊക്കെ വരും. നീ കണ്ടോ, നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹമാണോ എന്റെ സ്വപ്നമാണെന്ന് വൈകാതെ നിങ്ങക്ക് മനസ്സിലാവും. കാണാം. അമ്മാവ, ഗുളിക ഞാൻ എടുത്തു തരാം. പതുക്കെ. അമ്മാവ, അല്ല, രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും പുറത്തുള്ളവരെ വിശ്വസിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം. മനസ്സിലായില്ല. അല്ല, ആ രാജു, അവനെയാണല്ലോ അമ്മാവൻ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞാലും അവൻ നമ്മുടെ ചോരയല്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെയുള്ള സ്ഥിതിക്ക് ചുമതലകൾ അവനെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ലാൻഡ് ആൻഡ് മണി, ഇത് രണ്ടും ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മാവനെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദീപകെ, നീ അപ്പോ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എന്റെ കൂടെ കൂടാനാണോ പരിപാടി? അല്ല, ഒരു ആവശ്യം വരുമ്പോ. അതിന് നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ? അതിനുവേണ്ടി എത്ര ലക്ഷങ്ങളാ മുടക്കിയത്? പഠിത്തം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താ ആ മുടക്കിയ പണം മുഴുവൻ വെറുതെ ആവില്ലേ? ആദ്യം പഠിത്തം പൂർത്തിയാക്ക, എന്നിട്ട് ആലോചിക്കാം ബാക്കി. ഇവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അങ്ങ് ക്ഷമിക്ക്. എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ ഇവന്. അതുകൊണ്ടാ ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ എഴുന്നള്ളിക്കുന്നത്. രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ലക്ഷ്യബോധമുള്ളവനെ ഇവിടെ ജീവിക്കാൻ പറ്റും. ഇവന് ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം. എടാ, അമ്മാവനോട് ക്ഷമ ചോദിച്ചിട്ട് എന്റെ കൂടെ വാ. അബദ്ധം വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്മാവൻ എനിക്ക് മാപ്പ് തരണം. അമ്മാവനോടും കുടുംബത്തോടുമുള്ള ആത്മാർത്ഥത കൂടുതലുണ്ട്. ഞാൻ എന്നാ ശരി അമ്മാവ, പോവാം. വാ. അമ്മേ, മിണ്ടിപ്പോകരുത്. 2 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ. 2 ദിവസം കൊണ്ട് 2 ലക്ഷം. 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 2 ദിവസം കൊണ്ട് 2
എടാ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോടാ നീ. ശേ, നിനക്ക് നിന്റെ അമ്മാവനെ കുറിച്ച് എന്തറിയാം? ചാണക്യനാ, ചാണക്യൻ. പറയേണ്ടത് പറയേണ്ട അളവിൽ പറയേണ്ട സമയത്തെ പറയാവൂ. അല്ലെങ്കിലേ സകല കള്ളത്തിനോ ആ പ്രതാപൻ കണ്ടുപിടിച്ചു കളയും. അതിനിപ്പോ എന്ത് കള്ളത്തരാ സംഭവിച്ചത്? ഒരു കള്ളത്തരവും ഇല്ലേ? ബോംബെയിൽ താമസിക്കുന്ന നീ അമേരിക്കയിലായിരുന്നല്ലേ ഇതുവരെ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നേ? അതെങ്ങാനും പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സോറി അമ്മേ. എടാ നിനക്കറിയാവോ എന്തിനാ നിന്നെ ഞാൻ പെട്ടെന്ന് വിളിച്ചു വരുത്തിയതെന്ന്? നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കാനാ. എനിക്ക് കിട്ടേണ്ട സ്ഥാനം പ്രതാപൻ പണ്ടേ തട്ടിയെടുത്തു. അച്ഛന്റെ പാരമ്പര്യം മൂത്ത മകളായി എനിക്ക് അവകാശപ്പെട്ടതാ. അത് തരാതെ ഒഴിവാക്കാമെന്ന് ഒരാളും വിചാരിക്കണ്ട. നഷ്ടപ്പെട്ടത് അത്രയും ഞാൻ തിരിച്ചു പിടിക്കും. അത് നിന്നിലൂടെ. എന്റെ വഴിയിൽ തടസ്സമായി കണ്ടതിനെയല്ല വെട്ടിമാറ്റിയ ചരിത്രമേ എനിക്കുള്ളൂ. ആദ്യം അവൾ പ്രതാപന്റെ ഭാര്യ. ഹ, അവൾ ഈ വീട്ടിൽ നിന്ന് തെറിച്ചതേ എങ്ങനെയാണെന്നാ നീ വിചാരിച്ചത്? പുറത്താക്കിയതാ ഞാൻ. എന്നിട്ടും എന്തുകൊണ്ടാ ഋതുവിനെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാതിരുന്നേ? ഈ കണ്ട ആസ്തി മുഴുവൻ ആരുടെ പേരില്ല? അവളുടെ പേരിൽ. കോടീശ്വരി അവൾ, കോടീശ്വരി. അതൊന്നും അന്യം നിന്ന് പോകരുത്. അതൊക്കെ നിന്റെ പേരിലാവണം. അതിനാ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഋതിക ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അമ്മേ, ഋതു. മോളെന്താ ഇവിടെ? വരാൻ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ പറഞ്ഞിരുന്നു. മോളുടെ അച്ഛന്റെ ഫോട്ടോ ഇവൻ കാരണം പൊട്ടി. അതിന് ഇവൻ മോളോട് മാപ്പ് ചോദിക്കും. ഒപ്പം ചില്ലു മാറ്റിയിടാൻ ഇവൻ മോളോടൊപ്പം വരികയും ചെയ്യും. എടാ ദീപക്കെ, മോളോട് അത് ക്ഷമ ചോദിക്കേ. സോറി, എനിക്കൊരു അബദ്ധം പറ്റി. ഇനി ഇത് ആവർത്തിക്കില്ല. ഇനി രണ്ടുപേരും കൂടെ പോയി ചില്ലു മാറ്റിയിട്ട് വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചില്ല് മാറി. ഞാൻ രാജുവിന്റെ ഒപ്പം പോയി അത് അപ്പോഴേ അങ്ങ് ചെയ്തു. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. എന്നാ മോള് പൊയ്ക്കോ. രാജു, അവനെ ആദ്യം പുറത്താക്കേണ്ടത്. പ്രതാപനും രാജുവും തമ്മിലുള്ള ബന്ധം തകർക്കണം. അവനെ ഇവിടുന്ന് തുരത്തണം. അതിനുള്ള തന്ത്ര ആദ്യം മെനയേണ്ടത്. അതമ്മ എനിക്ക് വിട്ടേക്ക്. രാജുവിനേക്കാൾ നല്ലവനാണ് ഞാനെന്ന് അമ്മാവനെ കൊണ്ട് തോന്നിപ്പിച്ചാ പോരെ? അത് ഞാൻ ഏറ്റു. എന്നിട്ട് ഋതുവിനെയും കെട്ടി അവളുടെ പേരിലിരിക്കുന്ന സ്വത്ത് മുഴുവൻ എന്റെ പേരിലാക്കി ഞാനൊരു വിലസും. അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. നടക്കുമേ. അമ്മ കണ്ട സ്വപ്നം മുഴുവൻ ഈ മകൻ സാധിച്ചു തരും. അതെന്റെ കടമയാ. ഞാനത് ചെയ്യും. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. അമ്മയിരുന്നോ? അമ്മാവന് ഞാൻ വിളമ്പി കൊടുത്തോളാം. വേണ്ട വേണ്ട, പ്രതാപനെ ഞാൻ എടുത്തു കൊടുക്കുന്നതാ ഇഷ്ടം. പിന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ ഇവന് 3-4 മാസത്തെ സമയമെടുക്കും. അത്രയും കാലം ദീപക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ. നിനക്ക് വിരോധമില്ലെങ്കിലേ ഇവനും നിന്റെ കൂടെ കൂടിക്കോട്ടെ.
രാഷ്ട്രീയത്തിൽ നിനക്കൊരു സഹായവും ആവും, ഇവനൊരു പരിശീലനം ആവുകയും ചെയ്യും. ആ, വെള്ളം എടുക്ക. ആ, വേഗം കൊണ്ടുവാ. അച്ഛാ വെള്ളം. മോള് പോവാണോ? കഴിച്ചിട്ട് പോ. വേണ്ട ചെറിയമ്മേ, എന്റെ വയറ് നിറഞ്ഞു. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനെന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റൂ. ഇന്ന് ഈ വീട്ടിലെ പായസം വയ്ക്കണം യാമിനി. അതെന്തിനാ? ശരിയാണല്ലോ, അതെന്തിനാ അമ്മേ? നീ കണ്ടില്ലേ ഋതിക മോളുടെ കയ്യിന്ന് പ്രതാപം വെള്ളം വാങ്ങിച്ചു കുടിച്ചത്? ഇത്രയും കാലം അച്ഛന്റെ മോളുടെ ഇടയ്ക്ക് നിന്ന വഴക്ക ഇപ്പൊ തീർന്നത്. അത് നമുക്ക് ആഘോഷിക്കണ്ടേ, അല്ലേ പ്രതാപ? എനിക്ക് അവളോടുള്ള ദേഷ്യം മാറി ആരാ പറഞ്ഞത്? എനിക്കപ്പ വെള്ളം വേണമായിരുന്നു. അവളുടെ സ്ഥാനത്ത് ആര് തന്നിരുന്നാലും ഞാൻ വെള്ളം വാങ്ങി കുടിച്ചനെ. അല്ല, അപ്പോ നിന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോട് ദേഷ്യം തന്നെയാ? അതെ, അത് മാറില്ല ഒരിക്കലും. രാജു, ആ വളരെ പ്രധാനപ്പെട്ട ഫയലാ ഇതൊക്കെ. നീ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. ഓക്കെ സർ. അമ്മാവ, ഇതൊക്കെ എന്തിനാ രാജുവിനെ ഏൽപ്പിക്കുന്നത്? ഞാൻ സൂക്ഷിച്ചു വെക്കാലോ. മോനെ ദീപക്കെ, നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കുപറ്റാൻ വരണ്ടെന്ന്. ഈ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ രാജുവിന് മാത്രമേ പറ്റൂ. നിനക്കൊരിക്കലും അത് സാധിക്കില്ല. രാജു. ആ സർ. ചെല്ല്. ശരി സർ. രാജു, ഈ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്റെ കാരണം എന്നറിയാലോ, ഞാൻ കൊടുത്ത വെള്ളം അച്ഛൻ വാങ്ങി കുടിച്ചു. എന്നോട് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എങ്ങനെ ചെയ്യൂ? അതിനർത്ഥം എന്താ? അധികം വൈകാതെ ഞാൻ അച്ഛന്റെ പ്രിയപ്പെട്ട മകളായി മാറാൻ പോകുന്നല്ലേ? എന്റെ ഈ സന്തോഷം കണ്ടിട്ട് രാജുന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? രാജും കൂടി സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എനിക്കറിയാം രാജുന്റെ മനസ്സിൽ എന്താണെന്ന്. അച്ഛൻ എങ്ങനെ പെരുമാറുമെന്ന് രാജുവിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാ രാജു. വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. അച്ഛന്റെ ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് അത് മാത്ര. പാവം, മാഡം തിരിച്ചറിയുന്നില്ലല്ലോ ഇത് യഥാർത്ഥ സ്നേഹമല്ലെന്ന്. ഇത്ര നല്ല കാര്യം ഉണ്ടായിട്ടും രാജുന്റെ മുഖം എന്താ ഇങ്ങനെ? ഹലോ. ആ അതെ രാജു. ആ ഞാനൊന്ന് ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അതെ, കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തുപറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? നാളൊരിക്കൽ ഋതുവിന് കിട്ടേണ്ട സകല സ്ഥാനമാനങ്ങളും അംബിക ചേച്ചി കൈക്കലാക്കാനാ സാധ്യത. എനിക്കറിയാല്ല. അംബിക ചേച്ചി നടത്തുന്ന പോര്
എന്തിനാണെന്നും എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ? ഒന്നും കണ്ടില്ല കേട്ടില്ല നടിക്കാനേ നമുക്ക് പറ്റൂ. അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? പ്രതാപേട്ടന്റെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഏട്ടത്തിയമ്മയുടെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്കറിയാം അവളുടെ വിഷമം. നീ അവളെ നന്നായി നോക്കിയാൽ മതി. തൽക്കാലം നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. വലിയ കേക്കാണല്ലോ വാങ്ങിയിരിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാനത്ത് നിൽക്കുന്ന അമ്പിളിയമ്മാവന് വേണോന്ന് പറഞ്ഞാലും അതും ഞാൻ പിടിച്ചോണ്ടൊന്ന് കൊടുക്കും. ഈ കേക്ക് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാ. വില ഞാൻ നോക്കിയില്ല. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് വാങ്ങുന്ന കേക്കല്ലേ, അത് വളരെ പ്രത്യേകത ഉള്ളതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് വേറൊരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ആ അതിനെന്താ, ഞാൻ മോളെ വിളിക്കാലോ. രമ്യേ, മോളെ രമ്യേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു മോളെ ആദ്യം കേക്ക് കെട്ടേ. എന്തിനാ ഇപ്പൊ തന്നെ ഇതൊക്കെ ചെയ്യുന്നേ? രാജു വരണം, എന്നെ വിഷ് ചെയ്യണം, എങ്കിലേ ഞാൻ കേക്ക് കെട്ടിയൂ. ഇപ്പൊ വരും. എന്റെ മോന് ഇവളുടെ കേക്ക് കട്ടിയാനൊന്നും വരാൻ പോണില്ല. അവനൊരു കേക്ക് കട്ട് ചെയ്യുന്നെങ്കിൽ അത് അവന്റെ രാജകുമാരിയുടെ ബർത്ത്ഡേക്ക് വാങ്ങുന്ന കേക്ക് മാത്രമേ അവൻ കട്ട് ചെയ്യൂ. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും ഒക്കെ കേൾക്കും. ഏട്ട വന്നു. രാജു, ആ ഞാൻ വൈകില്ലല്ലോ. ഇല്ല. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. എനിക്കൊരു ആഗ്രഹമുണ്ട്. പറഞ്ഞോ. രമ്യ പറയുന്നത് എന്ത് ഞാൻ സാധിച്ചു തരും. എന്തും. എന്തും. എന്നാ ആദ്യം ആ കേക്ക് കിട്ടിയണം. അതിനു മുൻപ് എനിക്ക് രാജുവിന്റെ ഒരു മറുപടി കിട്ടണം. മറുപടിയോ? അതെ. ആ, രാജുവിനെ എനിക്കിഷ്ടാണെന്ന് അറിയാലോ. രാജുവിനെ കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. എന്നെ കെട്ടാൻ രാജു തയ്യാറാണോ? അതിന്റെ ഉത്തരം എനിക്കൊന്ന് അറിയണം. പറയ് രാജു, എന്നെ കല്യാണം കഴിക്കാൻ രാജു തയ്യാറാണോ? ദാ നോക്ക്, ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും രാജുവും ഞാനും തമ്മില് ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്നെപ്പോലെ തന്നെ ഇവരും കാത്തിരിക്കുന്നത് രാജുവിന്റെ മറുപടിക്ക് വേണ്ടിയാ. ഇഷ്ടാണെങ്കിലും അല്ലെങ്കിലും രാജു തുറന്നു പറഞ്ഞോളൂ. അല്ല, എന്നെ കല്യാണം കഴിക്കാൻ രാജു തയ്യാറാണോ? തയ്യാറാണ്. രമ്യയെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ട. ഹലോ, ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. ദേ വരുന്നു ഏട്ടൻ. ഹാപ്പി. ഒരു സെക്കൻഡ്. മാഡം വിളിക്കുന്ന. ആ പറയും മാഡം. ആണോ? ഞാൻ എത്തി. സോറി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല രാജു,
എന്താടി നിന്റെ ഹാർട്ട് ത്രോപ്പ് തിരിച്ചു പോയത്? അവളുണ്ടല്ലോ, ആ മേഡം, മന്ത്രിയുടെ മോള്, അവളുടെ കോള് വന്നു. ശല്യം അവള്. എപ്പോഴൊക്കെ ഞാനും രാജുവും തമ്മിൽ അടുക്ക അവസരം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവള് വന്ന് ഇടയിൽ വീഴും. ഒഴിവാക്കണം അവളെ, അല്ലെങ്കിൽ അപകടവാ, അപകടം. ആക്സിഡന്റിന്റെ വാർത്ത കേട്ടപ്പോ മുതലേ ഇവൻ പറയുന്നതാ ഒന്ന് പോയി കാണണമെന്ന്. തരപ്പെട്ടത് ഇപ്പോഴാണെന്ന് മാത്രം. എനിക്ക് എന്ത് പറ്റിയാലും നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടക്കും. എല്ലാം ഞാൻ രാജുനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് അവൻ എല്ലാം ചെയ്തോളൂ. എന്തെങ്കിലും ഒരു ജോലി രാജുവിനെ ഏൽപ്പിച്ച മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം. അത് കൃത്യമായിട്ട് അവനത് ചെയ്യും.